ഹേ ടീം, ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് പൈത്തണിൻ്റെ ഇൻസ്റ്റലേഷനാണ്. പൈത്തൺ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു python.org ഡൗൺലോഡ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിൻഡോസ് നിന്ന് ഓപ്പൺ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ ലിനക്സ് എന്നോ അല്ലെങ്കിൽ മാക് OS എന്നല്ലോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ അതിനേക്കാളും പ്രിഫേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഹോം ബ്രൂ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും ട്യൂട്ടോറിയൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹോം ബ്രൂ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. മാക്കിൽ പലപ്പോഴും വരുന്ന ഡീഫോൾട്ട് വേർഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ടെർമിനലിൽ പോയിട്ട് പൈത്തൺ വേർഷൻ എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പം ഇവിടെ വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പൈത്തൺ വേർഷൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് വരുന്ന പൈത്തൺ സോഫ്റ്റ്വെയറിൻ്റെ വേർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പൈത്തൺ വാസ് നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പൈത്തൻ്റെ വേർഷൻ ഇവിടെ കാണാൻ പറ്റും. ഇനി മാക് മെഷീനിലാണെന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ആയത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് പുതിയ വേർഷൻ പൈത്തൺ 3 ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ പൈത്തൺ 3 വേർഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈത്തൺ 3 ഇൻസ്റ്റാൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് അത് മാക്ക് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മാക് OS നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. എന്നിട്ട് DMG ഫയലായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ടത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടെർമിനലിൽ പോയിട്ട് പൈത്തൺ വേർഷൻ അല്ലെങ്കിൽ പൈത്തൺ 3 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് 3 ലേറ്റസ്റ്റ് വേർഷൻ ഏതാണോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ വിൻഡോസിൻ്റെ കേസിൽ നമ്മൾ ആൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ എൻ്റെ മെഷീനിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ പൈത്തൺ 3.11.4 ലേറ്റസ്റ്റ് വേർഷനാണ്. നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതാണോ ആ വേർഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് പിന്നെ യൂസ് അഡ്മിൻ പ്രിവിലേജസ് വെൻ ഇൻസ്റ്റാളിങ് py.exe, അതേപോലെ ആഡ് പൈത്തൺ exe ടു പാത്ത് എന്ന് പറയുന്നതിന് നിങ്ങൾ ടിക്കറ്റ് കൊടുക്കണം. അങ്ങനെ ടിക്കറ്റ് കൊടുത്താൽ മാത്രമേ നമ്മൾ ഈ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് പൈത്തൺ എൻ്റർ ചെയ്യുന്ന പൈത്തൺ കമാൻഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എൻവയോൺമെൻറ്റ് ഫയലിൽ പോയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ടിക്കറ്റാതെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, ഹൗ ടു ആഡ് പൈത്തൺ പാത്ത് ഇൻ എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിത് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എസ് എന്നുള്ളത് പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം ഇതിൽ ശരിക്കും ഇൻസ്റ്റലേഷൻ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ നിങ്ങളെ മെഷീനിൽ ആൾറെഡി പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം. ഇൻ കേസ് അത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് പ്രോപ്പർ വർക്കിംഗ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് മെനുവിൽ വരിക, കൺട്രോൾ പാനലിൽ വന്നിട്ട് സെർച്ച് ചെയ്തിട്ട് കൺട്രോൾ പാനൽ എടുക്കുക. എന്നിട്ട് നിങ്ങൾ പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സിൽ വന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത പൈത്തൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് വർക്കിംഗ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നുകൂടി ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇതിൽ പൈത്തൺ എന്നുള്ളത് നമ്മൾ പറഞ്ഞ പൈത്തൺ എന്നുള്ളത് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ Node.js ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് Node.js റൺ ടൈമിൽ അല്ലെങ്കിൽ ഫ്രെയിം വർക്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതെല്ലാം നമുക്ക് കൂടുതൽ API ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ്. പക്ഷേ പൈത്തണിൻ്റെ കേസിൽ വരുമ്പോൾ അത് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് പൈത്തണിൻ്റെ സിൻടാക്സും പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ കോറാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. പിന്നീടാണ് നമ്മൾ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കുള്ളൂ. ഓക്കെ, നമ്മുടെ പൈത്തൺ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഞാൻ പൈത്തൺ വേർഷൻ എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിൽ എനിക്ക് കാണുന്നത് പൈത്തൺ വാസ് നോട്ട് ഫൗണ്ട് എന്നാണ്. കാരണം ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ മുമ്പേ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചതുകൊണ്ടാണ്. ഞാനിത് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ സ്റ്റാർട്ട് മെനുവിൽ വന്നിട്ട് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യാം.
എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് പൈത്തൺ ഹൈഫൺ വേർഷൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മെഷീനിൽ പൈത്തൺ 11.4 എന്നുള്ളത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്സ് ഒന്നും കൂടെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് ഈ പൈത്തൺ എന്നുള്ളത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേണ്ടത് പൈത്തൺ പ്രോഗ്രാമിങ്ങിന് വേണ്ടി നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഓക്കെ, പൈത്തൺ പ്രോഗ്രാമിങ്ങിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന എഡിറ്റർ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്നുള്ളത് ഇവിടെ വന്നിട്ട് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് code.visualstudio.com എന്നുള്ളത് കിട്ടും. അതിൽ നിങ്ങൾ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ exe ഫയൽ ഡൗൺലോഡ് ആവും. അത് നമ്മളിപ്പം പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത പോലെ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി പൈത്തണിൻ്റെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമുക്കറിയാം, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് ആയിട്ടുള്ള ഒരു എഡിറ്ററാണ്. അപ്പോൾ ഞാൻ ഇതിൽ വന്നിട്ട് ഇപ്പോൾ ഒരു ന്യൂ പ്രോജക്റ്റ് ഞാൻ സെലക്ട് ചെയ്യാണ്. ഞാൻ ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്യാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇവിടെ ഈ എക്സ്റ്റൻഷനിൽ വന്നിട്ട് നമുക്ക് ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യാനുള്ള എക്സ്റ്റൻഷൻ നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പൈത്തൺ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൈത്തണിന് വേണ്ടിയുള്ള ഡീഫോൾട്ടായിട്ട് പൈത്തണിന് വേണ്ടിയുള്ള ഒരു സെറ്റ് ഓഫ് പാക്കേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഈ പൈത്തൺ എന്നുള്ള പൈത്തൺ തന്നെയാണ് അതിൻ്റെ പേര്. അപ്പോൾ നിങ്ങളിത് സെലക്ട് ചെയ്യാം, എന്നിട്ട് അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. എൻ്റെ മെഷീൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ ബട്ടൺ ഉണ്ടാവും. ആ ഇൻസ്റ്റാൾ ബട്ടൻ്റെ അവിടെ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് അത് ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പൈത്തൺ കോഡ് നിങ്ങൾക്ക് VS കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പൈത്തൺ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു എഡിറ്ററാണ്. ഒരു എഡിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമുക്ക് കോഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾക്കൊരു ബയോഡാറ്റ റെസ്യൂം അല്ലെങ്കിൽ ബയോഡാറ്റ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ കോളേജിൽ ഒരു ലെറ്റർ അയക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, മൈക്രോസോഫ്റ്റ് വേർഡോ അല്ലെങ്കിൽ നോട്ട് പാഡൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കും. അതേപോലെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനാണ് നമ്മൾ IDE ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എഡിറ്റർ എന്നെല്ലാം പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് സിമ്പിളായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി, കോഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സോഫ്റ്റ്വെയറിനാണ് നമ്മൾ IDE അല്ലെങ്കിൽ എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എഡിറ്ററാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ വന്നിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ code.visualstudio.com എത്തും. അവിടെ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റൻഷനിൽ വന്നിട്ട് പൈത്തൺ എന്ന പേരിലുള്ള എക്സ്റ്റൻഷൻ ഉണ്ട്. ഇത് മൈക്രോസോഫ്റ്റിനെ റിലീസ് ചെയ്തിട്ടുള്ള എക്സ്റ്റൻഷനാണ്. അപ്പോൾ അതിനുള്ള കുറേ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സിൻടാക്സ് എല്ലാം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കും. അപ്പം അതെല്ലാമാണ് ഈ പാക്കേജ് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ അതല്ലാതെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന വേറൊരു എഡിറ്ററാണ് പൈച്ചാം എന്ന് പറയുന്നത്. അപ്പം പൈച്ചാം എന്നുള്ളതും മാർക്കറ്റിൽ ഇതേപോലെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു എഡിറ്ററാണ്, പൈത്തണിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത് പിന്നെ ഈ ജെറ്റ് ബ്രെയിൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പൈച്ചാം എന്ന് പറയുന്ന. ഇത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്നുള്ളത് മൈക്രോസോഫ്റ്റ് ഇറക്കിയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു എഡിറ്ററാണ്. അത് ഫുള്ളായിട്ട് ഫ്രീ ആണ്. ഫ്രീ ബിൽട്ട് ഓൺ ഓപ്പൺ സോഴ്സ് റൺ എനിവെയർ. അത് വിൻഡോസിലാണെങ്കിലും ലിനക്സിലാണെങ്കിലും മാക് മെഷീനിലാണെങ്കിലൊക്കെ ഇത് റണ്ണാവും. എല്ലാത്തിലും റണ്ണാകുന്ന ഫ്രീ ആയിട്ട് മൈക്രോസോഫ്റ്റ് ഇറക്കിയിട്ടുള്ളൊരു എഡിറ്ററാണിത്. ഓക്കെ, ഇനി പൈച്ചാം എന്ന് പറയുന്നത് ജെറ്റ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഇറക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ പെയ്ഡ് വേർഷനുണ്ട്, പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കേണ്ടതുണ്ട്, ഫ്രീ ആയിട്ടുള്ളതുണ്ട്. രണ്ടും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ കമ്മ്യൂണിറ്റി എഡിഷൻ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ളതും
അല്ലെങ്കിൽ ഇപ്പം പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് താല്പര്യമുള്ള ആൾക്കാർക്ക് അത് വാങ്ങിക്കാം. പക്ഷെ അത് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. പക്ഷെ അത് കുറച്ച് അത്യാവശ്യം നല്ല പേയ്മെൻ്റ് ഉള്ള ഒരു ഇയറിന് ഇത്രയും $249 ഇതാണ്. പക്ഷെ നമ്മളെ പർപ്പസിന് ശരിക്കും നമുക്കതിലെ ഫ്രീ വേർഷൻ തന്നെ അതിൽ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈച്ചാം പ്രൊഫഷണൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും മേലെ കാണുന്നത് പൈച്ചാം പ്രൊഫഷണലാണ്. എന്ന് വെച്ചാൽ ഇത് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടതാണ്. നമ്മൾ ഈ ഡൗൺലോഡിൻ്റെ പേജിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മേലെ കാണുന്ന പൈച്ചാം പ്രൊഫഷണൽ എന്നുള്ളത് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടതാണ്. അതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് 30 days 30 ദിവസത്തേക്ക് അവർ ട്രയലായിട്ട് തരുന്നതാണ്. അത് കഴിഞ്ഞ് അവർ നമ്മളോട് പറയും അതിൻ്റെ ലൈസൻസ് കീ എൻ്റർ ചെയ്യാൻ പറയും. ഇല്ലെങ്കിൽ അത് ബ്ലോക്കായി പോകും, ആപ്ലിക്കേഷൻ ബ്ലോക്കായി പോകും. ഓക്കെ, നമുക്ക് ശരിക്കും പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി എഡിഷൻ കിട്ടാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കമ്മ്യൂണിറ്റി എഡിഷൻ എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനും, ഇത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനികളിൽ അവർക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിന് അവരൊരു പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും ഈ കമ്മ്യൂണിറ്റി എഡിഷനാണ് ബെറ്റർ. അപ്പോൾ ഈ പൈച്ചാം കമ്മ്യൂണിറ്റി എഡിഷൻ വരിക, എന്നിട്ട് ഇവിടുന്ന് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ കമ്പ്യൂട്ടറിൽ അതിന് ഡൗൺലോഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഡൗൺലോഡ്സിൽ പൈച്ചാം കമ്മ്യൂണിറ്റി 2023 എന്ന് പറയുന്ന വേർഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാണ്. നിങ്ങൾക്ക് VS കോഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൈച്ചാം യൂസ് ചെയ്യാം. രണ്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിത് ഇവിടുന്ന് നെക്സ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഓക്കെ, ഞാനിത് കംപ്ലീറ്റ് ആകുന്നത് വരെ ഞാൻ പോസ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം എൻ്റെത് കമ്മ്യൂണിറ്റി എഡിഷൻ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ എന്നോട് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാനിതിൽ I want to manually reboot later എന്നുള്ള സെലക്ട് ചെയ്തിട്ട് ഞാൻ ഫിനിഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പൈച്ചാം ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം, ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളും സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ പൈത്തൺ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമുക്ക് ഒന്നുകിൽ VS കോഡ് ഉപയോഗിക്കാം, അതിൽ പൈത്തണിന് വേണ്ടിയുള്ള എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈച്ചാം ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ.